നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് മുണ്ടകോപനിഷത്ത് ആരംഭിക്കുകയാണ്. 5-ാമത്തെ ഉപനിഷത്താണ്. അതിൽ ശാന്തി പാഠം. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവ. ഹേ ദേവന്മാരെ, ചെവികളാൽ മംഗളമായതിനെ ഞങ്ങൾ കേൾക്കുമാറാകട്ടെ. ഇനി സംസ്കൃതം പറയുന്നില്ല, മറ്റ് മലയാളം മാത്രമേ പറയുന്നുള്ളൂ. യജ്ഞതൽപരരായ ഞങ്ങൾ കണ്ണുകളാൽ നല്ലത് കാണുമാറാകട്ടെ. കരുത്തുള്ള അവയവങ്ങളോടും ശരീരങ്ങളോടും കൂടി തുതിക്കുന്നവരായി ഈശ്വര നിശ്ചിതമായ ആയുസ് എത്രയോ അവിടെ വരെ ഞങ്ങൾ പ്രവേശിക്കുമാറാകട്ടെ. അതിശയ യശസ്വിയായ ഇന്ദ്രൻ ഞങ്ങൾക്ക് മംഗളമരുളട്ടെ. എല്ലാം അറിയുന്ന സൂര്യൻ ഞങ്ങൾക്ക് മംഗളമരുളട്ടെ. ആപത്തുകൾ അകറ്റുന്ന ഗരുഡൻ ഞങ്ങൾക്ക് മംഗളമരുളട്ടെ. ബൃഹസ്പതിയും ഞങ്ങൾക്ക് മംഗളം നൽകട്ടെ. ശാന്തി പാഠം കഴിഞ്ഞു. ഇനി 1-ാമത്തെ ഖണ്ഡം. ബ്രഹ്മാവ് ദേവന്മാരിൽ 1-ാമത്തേവനായി സംഭവിച്ചു. ലോകത്തിന്റെ സൃഷ്ടാവും ഭുവനരക്ഷിതാവുമായ അവൻ എല്ലാ വിദ്യകൾക്കും അടിസ്ഥാനമായ ബ്രഹ്മവിദ്യയെ പ്രഥമപുത്രനായ അഥർവന് പറഞ്ഞുകൊടുത്തു. ബ്രഹ്മാവ് യാതൊന്നിനെ അഥർവാവിന് പറഞ്ഞുകൊടുത്തു. ആ ബ്രഹ്മവിദ്യയെ അഥർവാവ് പണ്ട് അങ്കിരസ് എന്ന ശിഷ്യന് ഉപദേശിച്ചു. അദ്ദേഹം ഭരദ്വാജ ഗോത്രത്തിൽ പിറന്ന സത്യവഹന് പറഞ്ഞുകൊടുത്തു. ഭരദ്വാജൻ പ്രായം കൂടിയവരിൽ നിന്ന് കുറഞ്ഞവർ ഗ്രഹിക്കുന്ന ആ വിദ്യയെ അങ്കിരസിനും പറഞ്ഞുകൊടുത്തു. മഹാഗ്രഹസ്ഥനായ ശൗതകൻ അങ്കിരസിനെ വിധി പോലെ സമീപിച്ച് ചോദിച്ചു, അല്ലയോ ഭഗവാനെ, ഏതൊന്നറിയപ്പെട്ടാൽ ഇതെല്ലാം അറിയപ്പെട്ടതായി ഭവിക്കുന്നു എന്ന്. നമസ്കാരം. അടുത്ത് നാളെ.